ഇന്നത്തെ യാത്ര കൊല്ലം അഞ്ചൽ കോട്ടുങ്കൽ എന്ന സ്ഥലത്തെ ഒരു ഗുഹാക്ഷേത്രത്തിലേക്കാണ്. ഗുഹാക്ഷേത്രം ഞാൻ വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഗുഹാക്ഷേത്രം നേരിട്ട് കാണുന്നത്. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത ഗുഹാക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനും ഗണപതിയുമാണ്. മറ്റുള്ള ഗുഹാക്ഷേത്രത്തിൽ ഞങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന ഗുഹകളാണ് കൂടുതലും ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് പുറത്തുനിന്ന് മാത്രമേ ദർശനം പാടുള്ളൂ. ക്ഷേത്ര പൂജാരി മാത്രമേ അകത്ത് പ്രവേശിക്കുകയുള്ളൂ. ഇവിടെ ബേക്കിൽ എന്തെങ്കിലും പ്രതിഷ്ഠകളുണ്ടോ എന്നറിയാനാണ് ഇതിൻ്റെ ബേക്കിലോട്ട് പോയത്. അപ്പോഴേ പ്രതിഷ്ഠകളൊന്നുമില്ല. ഈ ഒരു ഒറ്റ കല്ല് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ മുട്ടുകുത്തി നമസ്കരിക്കുന്ന ഒരു ആനയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒറ്റക്കല്ലാണ് ഇതിൻ്റെ പ്രത്യേകത. ഒറ്റക്കല്ല് മാത്രമേ ഉള്ളൂ. ചില സ്ഥലത്ത് 2ഉം 3ഉം കല്ലുകൾ ചേർന്നിട്ടാണ് ചില അമ്പലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഒറ്റക്കല്ലാണ്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്നാണ് ഇവിടുത്തെ ക്ഷേത്ര പൂജാരി പറഞ്ഞത്. ഇപ്പോഴും ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലുമാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇവിടെ തറയോടൊക്കെ പാകിയിട്ട് അധികം നാളായിട്ടില്ല. അതിന് മുമ്പേ ഇവിടെ ആലും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തണലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 9 മണി ആയപ്പോൾ പോലും അസഹ്യമായ ചൂടും വെയിലുമാണ്. ക്ഷേത്ര ചടങ്ങുകൾക്കും പിന്നെ ദർശനത്തിന് വരുമ്പോഴേ പൂജാരി ഇങ്ങോട്ട് വരികയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിൽ മാറി നിൽക്കാറാണ് പതിവ്. അത്രയ്ക്ക് ചൂടാണ് അനുഭവപ്പെടുന്നത്. നല്ല മനോഹരമായ അമ്പലമായിരുന്നു. മനോഹരമായ അന്തരീക്ഷമായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആന മുട്ടുകുത്തി നമസ്കരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് ഇതിൻ്റെ സൈഡിൽ വന്ന് നോക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഈ ക്ഷേത്രത്തിലെത്തിയത്. ഇതിൻ്റെ ബേക്ക് ഭാഗത്തെത്തുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പം നമുക്ക് തോന്നുന്നില്ലേ, ആന മുട്ടുകുത്തി ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നില്ലേ? ഓക്കെ, ബൈ.